يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഈ പുണ്യമായ ദിനത്തിൽ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഇഷ്ടക്കാർ, കുടുംബക്കാർ, സഹോദരങ്ങൾ, മരിച്ചുപോയവരുടെ കബറുകളൊക്കെ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരിൽ ആരെങ്കിലും അവരുടെ കബറുകളിൽ ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ കബറുകളെ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ജന്നാത്തിൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, മനുഷ്യകുലത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചു. ആ പ്രവാചകന്മാരൊക്കെയും അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അതിന് പറ്റുന്ന അടയാളങ്ങളും മുഅ്ജിസാത്തുകളൊക്കെ അവർ അല്ലാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് തെളിയിക്കുന്ന മുഅ്ജിസാത്തുകൾ അവർക്ക് അല്ലാഹു തആല നൽകുകയും ചെയ്തു. ആ 1,24,000 അമ്പിയാക്കളിൽ നിന്ന് 313 മുർസലുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തു. 313 മുർസലുകളിൽ നിന്ന് വീണ്ടും അല്ലാഹു തആല ഉലുൽ അസ്മ എന്ന് പറയുന്ന 5 പേരെ പ്രത്യേകമായി അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ നേതാവായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പ്രത്യേകമായി തന്നെ മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും ഉലുൽ അസ്മിൽ നിന്നും മികച്ച ഏറ്റവും അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനായ പ്രവാചകരായി അല്ലാഹു തആല അവൻ്റെ പ്രവാചകരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅലഹും അലാ ബഅൽ. ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അല്ലാഹു തആല വിവരിച്ചതിൻ്റെ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇവരാണ് പ്രവാചകന്മാർ, തിൽക്കർ റുസുലു, ഇവരാണ് അല്ലാഹുവിൻ്റെ ദൂതന്മാർ. ഫദ്ദൽനാ ബഅലഹും അലാ ബഅൽ, അവരിൽ ചിലരെക്കാൾ അല്ലാഹു തആല ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. എല്ലാവരും തുല്യന്മാരല്ല, എല്ലാവരും അള്ളാഹിൻ്റെ പടപ്പുകളല്ലേ, എല്ലാവരും അമ്പിയാക്കളല്ലേ, എല്ലാവരും മുർസലീങ്ങളല്ലേ? അല്ല, അവർക്ക് പദവികളേറെ, വേറെ വേറെ വ്യത്യസ്തമായ പദവികൾ അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ഫമിൻഹും മൻ കല്ലമല്ലാഹ്, അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ഇത് പ്രവാചകന്മാരിൽ പലർക്കും കിട്ടാത്ത, അന്നല്ല ഒട്ടുമിക്ക ആളുകൾക്കും കിട്ടാത്ത മൂസാ നബിയെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത ഒരു പദവിയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ എണ്ണി പറഞ്ഞതാണ്. വമിൻഹും കല്ലമല്ലാഹു ബഅലഹും, അല്ലാഹുവിനോട് സംസാരിച്ച കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. അതേപോലെ തന്നെ റഫഅ ബഅലഹും ദറജാത്ത്, ചില പ്രവാചകന്മാരെ അതിനേക്കാളൊക്കെ ഒരുപാട് ഉന്നതമായ പദവികളിലേക്ക് അല്ലാഹു തആല ഉയർത്തി വച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയുന്നത് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം നബി അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കി. അത് ഇബ്രാഹിം നബിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അല്ലാത്ത മറ്റ് അമ്പിയാക്കൾക്കൊന്നും അല്ലാഹു തആല ആ പദവി നൽകിയിട്ടില്ല. അതിന്റെ പുറമെ കല്ലമല്ലാഹു മൂസ തക്ലീമ, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു മൂസാ നബിയോട് അല്ലാഹു തആല നേരിട്ട് സംസാരിച്ചു. ഇത് അല്ലാഹു തആല മൂസാ നബിക്ക് നൽകിയ പദവികളാണ്. അങ്ങനെയുള്ള പദവികൾ പ്രവാചകന്മാർക്ക് ചിലരേക്കാൾ ഒരുപാട് മികച്ച പദവികൾ അല്ലാഹു തആല നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയുടെ 8-ാമത്തെ വാള്യം 493-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്രാഹിമിനെ അല്ലാഹു തആല ഖലീലാക്കിയതിൽ നിങ്ങൾക്ക് വല്ല അത്ഭുതമുണ്ടോ?
ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലല്ലേ, അള്ളാഹുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അള്ളാഹിന്റെ ഏറ്റവും അടുത്തയാളാക്കി അള്ളാഹു തആല ഇബ്രാഹിം നബിയെ മാറ്റിയതിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ലേ? അതേപോലെ മൂസ നബിയോട് അള്ളാഹു തആല സംസാരിച്ചു. ഇത് അള്ളാഹു തആല മൂസ നബിക്ക് നൽകിയ പദവിയാണ്. അതേപോലെ തന്നെയാണ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അള്ളാഹുവിനോട് പലവട്ടം തൂരി സീനാ പർവ്വതത്തിൽ സംസാരിച്ചുവെങ്കിലും മൂസാ നബി അള്ളാഹിനെ കണ്ടിട്ടില്ല. കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അള്ളാഹുവിനോട് മൂസാ നബി പറയുന്നുണ്ട്, അള്ളാഹുവേ റബ്ബി അരിനി അൻദുറയിലേക്ക. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു കൊണ്ട് തമ്പുരാനെ അൻദുറയിലേക്ക, ഞാൻ നിന്നിലേക്ക് ഒന്ന് നോക്കട്ടെ, ഒന്ന് കാണാനൊരു ഭാഗ്യം കൊണ്ട് റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, മൂസേ വലൻ തസ്തതിയ, നിനക്കതിനാവൂല. അള്ളാഹനെ കാണാൻ പറ്റാഞ്ഞിട്ടല്ല, നിനക്കതിനുള്ള ശേഷിയില്ല. നിന്റെ ആരോഗ്യം അതിന് പറ്റുന്ന ആരോഗ്യമല്ല, നിന്റെ കണ്ണതിന് പറ്റുന്ന കണ്ണല്ല, അതിനുള്ള പവർ നിന്റെ കണ്ണിനില്ല മൂസേ, അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ മൂസാ നബി പറഞ്ഞു, എന്നാലും പൂതിയായിട്ടല്ലേ റബ്ബേ, ഒന്ന് കാണിച്ചുകൊണ്ട് റബ്ബേ എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോ അവസാനം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്നാ ഒരു പണി, നീ ആ തൂരി സീനാ പർവ്വതത്തിലേക്ക് നോക്കി അങ്ങനെ നിന്നളാം, ആ മലയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കണം. മൂസാ നബിയോട് അള്ളാഹ് ചോദിച്ചു, നോക്കുന്നുണ്ടോ? ഉണ്ട്. നിന്റെ സകലമായ ചിന്തകളും നിന്റെ ദൃഷ്ടികളും നിന്റെ സർവസ്വവും ആ തൂരി സീനാ പർവ്വതത്തിലേക്ക് കേന്ദ്രീകരിക്കണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു തആല പറയുന്നത്, മൂസാ നബി അല്ലാഹനെ കണ്ട കോലം പറയുന്നത്, ഫലമ്മാ തജല്ലാ നൂറുഹു ഖറ മൂസ വസൈക. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നൂറു തജല്ലി വെളിവാകലോടുകൂടെ അത് കാണാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് മൂസാ നബിയുടെ ഫീസ് അടിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് പർവ്വതത്തിൽ നിന്ന് ഉരുണ്ട് താഴെ പോയി. വസൈക, ബോധം കെട്ട് പോയി. പരിശുദ്ധ ഖുർആനായി പറയുന്നത്, കാണാനുള്ള ശേഷി മൂസാ നബിക്കില്ല. കണ്ടു എന്ന് പറയാൻ മൂസാ നബി കണ്ടിട്ടില്ല, എന്നാ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, അള്ളാഹ് വെളിവായിട്ടുണ്ട്. ആ റുഹിയത്ത് കൂടി അല്ലാഹു തആല മറ്റൊരു പ്രവാചകർക്ക് നൽകാത്ത റുഹിയത്ത്, അല്ലാഹനെ കാണുക എന്നിട്ട് നേരിട്ട് സംസാരിക്കുക എന്ന ഭാഗ്യം നൽകിയ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയത് ഇതുപോലെ ഒരു റജബ് മാസത്തിലാണ്. റജബ് മാസത്തിന്റെ 11ാമത്തെ വർഷം റജബ് 27 രാവിനാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് ആ ഭാഗ്യം അല്ലാഹു തആല നൽകുന്നത്. ഇത് ചെറിയൊരു ഭാഗ്യമല്ല. ഇതിനു വേണ്ടി അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ലേ എന്ന് പറയുന്ന പോത്തന്മാർക്ക് അത് തിരിയൂല. അതിന് അള്ളാഹിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കണം. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ബുഖാരിയിലും മുസ്ലിമിലും മുക്തഫഖ് അലൈഹിയായ ഹദീസാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കാണാം. മാലിക് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബൈന അന ഫിൽ ഖതീമി മുഖ്തജിയ, ഞാൻ കഅബത്തിന്റെ ചാരത്ത് കൈയിങ്ങനെ തലയണയാക്കി വെച്ചിട്ട് കഅബത്തിന്റെ ചാരത്ത് കടന്നുറങ്ങുകയായിരുന്നു. ആ കടന്നുറങ്ങുന്ന നേരത്ത് ഇത് അത്താനി ആത്തിൻ, ആ സമയത്ത് എൻ്റെ അടുക്കൽ 3 പേര് വന്നു. 3 ആൾക്കാർ, ഒന്ന് ജിബിരിയിലാണ്, മറ്റൊന്ന് മീകായിലാണ്, 3ാമത്തെ ആളെ എനിക്ക് പരിചയമില്ല. അങ്ങനത്തെ 3 ആളുകൾ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ നെഞ്ച് പിളർന്നു. എൻ്റെ തൊണ്ടക്കുഴി മുതൽ നെഞ്ചിന്റെ കുഴി വരെ അവരങ്ങ് കീറിയിട്ട് 2 ഭാഗത്തേക്ക് എൻ്റെ പള്ള പൊളിച്ചിട്ട് മാറ്റി വെച്ചിട്ട് അതിലുള്ള അവയവങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് സംസം വെള്ളം കൊണ്ട് എൻ്റെ പള്ളന്റെ ഉള്ളും നെഞ്ചുള്ളും ഫുള്ളായിട്ട് വൃത്തിയായി കഴുകി. റസൂലുള്ള പറഞ്ഞ വാക്ക്, അത് പൂർണ്ണമായി ശുദ്ധിയാകുന്നത് വരെ അവരുടെ നെഞ്ചിന്റെ ഉൾഭാഗം, ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി. എന്തോ ഒരു രക്തത്തിന്റെ കട്ട എൻ്റെ ശരീരത്തിൽ നിന്ന് അവർ ഒഴിവാക്കുകയും ചെയ്തു, അത് കളയുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറയാ. എന്നിട്ട് അവര് അത് അതേപോലെ തന്നെ കൂട്ടി. എന്ന് മാത്രമല്ല, ഒരു പാത്രം കൊണ്ടുവരപ്പെട്ടു, സ്വർണത്തിന്റെ ഒരു തളിക. ആ തളികയിൽ സ്വർണത്തിന്റെ ഒരു ചെപ്പുണ്ടായിരുന്നു. ആ ചെപ്പ് മഹ്ശൂവൻ ഈമാനും വഹിക്കുമ,
ഈമാനും ഹിക്മത്തും നിറയ്ക്കപ്പെട്ട ഒരു ചെപ്പായിരുന്നു ആ ചെപ്പ്. അത് എന്റെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയും എന്നിട്ട് അവർ നെഞ്ച് കൂട്ടി തുന്നുകയും ആ നെഞ്ച് ശരിയാക്കിയിട്ട് എന്നെ അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗം കൊണ്ടുവന്നിട്ട് ആ മൃഗത്തിന്റെ മുകളിൽ എന്നെ കയറ്റിയിട്ട് അവർ എന്നെയും കൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ കൊണ്ട് നിമിഷ നേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിലെത്തിയ കഥ. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്ന സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു രാവിലെ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ മസ്ജിദുൽ കഅബയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തിൽ കയറ്റിയിട്ട് അല്പസമയം കൊണ്ട് ബൈത്തുൽ മുഖദ്ദിസിൽ എത്തിച്ചു. അവിടെ അല്ലാഹു തആല പ്രവാചകന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ആ പ്രവാചകന്മാർക്കൊക്കെ ഇമാമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ നിസ്കരിച്ചു. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് നീണ്ട സംഭവങ്ങൾ ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ നിലയിൽ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ നാലാമത് ആദ്യമായി നടക്കുന്ന ഒരു ഓപ്പറേഷൻ അല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരം മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത, മലക്കുകളുടെ നേതാവായ ജിബ്രീലിന് പോലും ചെന്ന് ചേരാൻ കഴിയാത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകരെ മലക്കാനിയായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ ചെറുപ്പത്തിലേ തുടങ്ങി. ഹലീമാ ബീവി വീട്ടിൽ മുല കുടിക്കുന്ന കാലത്ത്, റസൂലുള്ളാഹി തങ്ങൾ ഹലീമാ ബീവിയുടെ വീട്ടില് മുല കുടിച്ചു കഴിയുന്ന കാലത്ത് ആ സഹോദരന്റെ കൂടെ ആട് മേയ്ക്കാൻ പോയപ്പോ അവിടെ വെച്ചൊരു കീറലുണ്ടായി. ആ സംഭവം ഹദീസുകൾ രേഖപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധമാണ്, സ്വീകാര്യമാണ്. അത് കഴിഞ്ഞിട്ട് 10 വയസ്സായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകരെ പിന്നൊരിക്കലും കൂടി കീറിയത് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വയസ്സുള്ളപ്പോ മറ്റൊരിക്കൽ കൂടി കീറി. അതേപോലെ തന്നെ 40-ാമത്തെ വയസ്സില് നുബുവത്ത് നൽകുന്നതിന്റെ മുമ്പായിട്ട് വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകരെ കീറുന്നുണ്ട്. ഇതിനെപ്പറ്റി ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി ഞങ്ങൾ പറയുന്നുണ്ട്, കാന ലിസ്തിദാദിഹി ബിതറക്കിൽ ഹാസിരി ലഹു ഫീ തിൽക്കൽ ലൈല. ഈ 4-ാമത്തെ കീറല് റസൂലുള്ളാഹി തങ്ങളെ ബൈപ്പാസ് നടത്തിയതിന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ പ്രവാചകർ ആ രാത്രി, ആ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകർ അനുഭവിക്കാൻ പോകുന്ന പടച്ച തമ്പുരാനെ കാണുകയും അല്ലാഹുവിന്റെ പ്രവാചകരോട് വൽ മുനാജാത്തി നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിനുള്ള അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയുടെ 1-ാമത്തെ വാള്യം 549-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇതൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാതിരുന്നാൽ കാഫിറായി പോകും. അതിന് പേര് വേറെ ഒന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കല. അല്ലാഹുവിന്റെ പ്രവാചകരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണെന്ന് വിശ്വസിച്ചാൽ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകർ അല്ലാഹുവിൽ നിന്ന് കൊണ്ടുവന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ വാസ്തവമാക്കണം. അതൊക്കെ ശരിയാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോഴാണ് ഒരാളെ വിശ്വാസിയാകുക. ആ നിലയിലുള്ള കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉള്ളത്. ഏതാവട്ടെ പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സുമ്മദന ഫതദല്ല. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകർ 7 ആകാശവും കിടന്നിട്ട് സിദ്റത്തുൽ മുൻതഹയിൽ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മുഹമ്മദ് നബിയെ ഇനി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല, അങ്ങോട്ട് പോകാൻ എനിക്ക് അനുവാദമില്ല. എനിക്ക് പ്രവേശനമുള്ള സ്ഥലമാണ് ഇവിടെ. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു മരമുണ്ട് അവിടെ. അല്ലാഹുവിന്റെ റസൂൽ ആ മരത്തെ വിവരിക്കുന്നുണ്ട്. അതിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെയുള്ള ഇലകളാണ്. അതിന്റെ പഴങ്ങള് വലിയ വെള്ളപാത്രം പോലെ, വെള്ളമെടുക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ പോലെ വലിപ്പമുള്ള പഴങ്ങളാണ് ആ മരത്തിലുള്ളത് എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂല് ആ അതിർത്തിയിലുള്ള ആ മരത്തെ പറ്റി റസൂലുള്ള പറയുന്നുണ്ട്. ആ മരത്തെ അല്ലാഹു തആല ആ ദിവസം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സുമ്മദന ഫതദല്ല ഫകാബ ഖൗസൈനി അദ്ന കാബ ഖൗസൈനി ഔദ്ന. അമ്പും വില്ലും അടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അടുത്തു.
അല്ലാഹു തആല അവന്റെ അടിമയിലേക്ക് എന്തൊക്കെ വഹി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെ ആ പ്രവാചകർക്ക് നൽകി. അല്ലാഹുവിന്റെ പ്രവാചകർ കണ്ടതൊന്നും മനസ്സ് കളവാക്കിയിട്ടില്ല. കണ്ടതൊക്കെ സത്യമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നജ്ം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്കിത് കാണാം. എന്റെ വക ഒന്നും അതിലില്ല. അല്ലാഹു തആല പറയുന്ന കാര്യമാണ്. അതിന്റെ പുറമെ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആ നബി കണ്ടതിൽ നിങ്ങൾ സംശയിക്കുകയാണോ? റസൂലുള്ള കണ്ടു എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കലല്ലേ നിങ്ങളുടെ ബാധ്യത? അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി തന്നെ പറയുന്ന ഹദീസ് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം. ഹദീസ് വളരെ വ്യക്തമായി ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് മുസ്തദറക് അല ശൈഖൈനി എന്ന കിതാബിൽ ഹാക്കിം ഉദ്ധരിക്കുന്നുണ്ട്, റഅയ്തു റബ്ബി അസ്സ വജല്ല, ഞാൻ മേലെയായ പരിശുദ്ധനായ റബ്ബിനെ ഞാൻ കണ്ടു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുമ്പോ നിങ്ങളതിൽ സംശയിക്കുകയാണോ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അഫതുമാറൂനഹു അലാ മാ യറാ, ആ പ്രവാചകർ കണ്ടതിൽ നിങ്ങൾ സംശയാലുക്കളാണോ? വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റൊരു വട്ടം കൂടി അള്ളാഹുവിന്റെ പ്രവാചകർ കാണുന്നുണ്ട്. ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ 600 ചിറകുകളുള്ള ഒരു പ്രത്യേക ജീവിയായി അല്ലാഹു തആല ഏത് രൂപത്തിലാണോ ജിബ്രീലിനെ പഠിച്ചത് അതേ രൂപത്തില് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലിനെയും അവിടെ കാണുകയാണ്. ഇൻദഹ ജന്നത്തുൽ മഅവ, ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന അറ്റത്തിലുള്ള ആ മരം, ആ മരത്തിന്റെ അടുക്കലാണ് ജന്നത്തുൽ മഅവ എന്ന് പറയുന്ന സ്വർഗം. എന്താണ് ഈ ജന്നത്തുൽ മഅവയുടെ പ്രത്യേകത? മരിച്ചുപോയ നമ്മുടെ ശ്രോതാക്കള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, സജ്ജനങ്ങളുടെ ആത്മാവുകളൊക്കെ ഒരുമിച്ച് കൂടുന്നത് ജന്നത്തുൽ മഅവ എന്ന് പറയുന്ന ആ സ്വർഗത്തിലാണ്. അവിടെ അവരുടെ ആത്മാവുകളൊക്കെ ഉണ്ട്. മരിച്ചുപോയ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും നല്ലവരുടെയും ഒക്കെ ആത്മാവുകൾ അവിടെ ഒരുമിച്ച് കൂടും. അവിടെയാണ് സിദ്റത്തുൽ മുൻതഹ, അതിന്റെ അടുത്താണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ സിദ്റത്ത് എന്ന് പറയുന്ന ആ മരം, സിദ്റത്തുൽ മുൻതഹ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അലങ്കാരങ്ങളാണ് ആ മരത്തിൽ നടത്തപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരുടെ കണ്ണ് തെറ്റിയിട്ടില്ല, ദൃഷ്ടി തെറ്റിയിട്ടില്ല, കാണേണ്ടത് കാണാതിരുന്നിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകരുടെ ദൃഷ്ടി കാണേണ്ടത് തന്നെയാണ് കണ്ടത്. അത് അതിക്രമം പ്രവർത്തിച്ചിട്ട് കാണാൻ പറ്റാത്തതിലേക്ക് ആ പ്രവാചകർ നോക്കിയിട്ടുമില്ല. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളൊക്കെ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ആ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ, ഈ പറയുന്ന മിഅ്റാജ് രാവ് എന്ന് പറയുന്നത്. റജബ് 27-ാം രാവ് എന്ന് പറയുന്ന ഈ രാവിന്റെ പ്രത്യേകത. അല്ലാഹുവിന്റെ പ്രവാചകർക്ക് ഇതിലേറെ വലിയ ഒരു ഭാഗ്യം വേറെ കിട്ടിയിട്ടില്ല. ഒരു നബിക്ക് കിട്ടാത്ത, ഒരു റസൂലിനും കിട്ടാത്ത, അല്ലാഹുവിന്റെ പടപ്പുകളിൽ മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം കിട്ടിയ ആ ഭാഗ്യത്തെ കുറിച്ചാണ് ഈ മുനാജാത്ത് അല്ലെങ്കിൽ റുയ്യത്ത് എന്നൊക്കെ പറയുന്നത്. അത് അല്ലാഹുവിന്റെ പ്രവാചകർക്കാണ്. മൂസാ നബി കാണാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. മൂസാ നബിക്ക് നടക്കാതിരുന്നത് അല്ലാഹു ഒളിവാകാഞ്ഞിട്ടല്ല, മൂസാ നബിക്ക് ശേഷിയില്ലാഞ്ഞിട്ടാണ്. മൂസാ നബി മനുഷ്യത്വത്തിൽ നിന്ന് അത്രയേ ഉയർന്നിട്ടുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലാഹു തആല 2 രൂപത്തിലാണ് മാറ്റിയെടുത്തിട്ടുള്ളത്. മുമ്പ് നമ്മൾ വിശദമായി പറഞ്ഞ വിഷയമാണ്. മലക്കാനിയത്തിലേക്ക് പ്രത്യക്ഷമായി കണ്ടാൽ മനുഷ്യനും, ആത്മീയമായി നോക്കിയാൽ റൂഹാനിയായിട്ട് മലക്കാനിയായ അവസ്ഥയിലേക്ക് അല്ലാഹു തആല അവന്റെ പ്രവാചകരെ മാറ്റിയെടുത്തത് കൊണ്ടാണ് 7 ആകാശവും കഴിഞ്ഞ് ജിബ്രീൽ പോലും പ്രവേശനമില്ലാത്ത സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ്
അള്ളാഹുവുമായി മുനാജാത്ത് നടത്താൻ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് കഴിഞ്ഞത്, ആ അവസ്ഥ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് നൽകപ്പെട്ടത് കൊണ്ടാണ്. അമ്പ് വില്ലിനോട് അടുക്കുന്നത് പോലെ അതിലേറെ ഈ പ്രവാചകർ അള്ളാഹുവുമായിട്ട് അടുക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവിനെ മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും അള്ളാഹുവിന്റെ തിരുദാത്ത് കാണുകയും അള്ളാഹു തആല മഹബ്ബത്തിന്റെ പാനീയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിപ്പിക്കുകയും ചെയ്തു എന്ന് മഹാന്മാര് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. അല്ലാഹു തആല പറഞ്ഞു ഇന്നമാ യുഅ്മിനു ബിആയാതിന. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല തൗഫീഖ് നൽകിയ ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്റു ബിഹാ ഖറു സുജ്ജദ. അവരോട് ഈ നിഅമത്തുകളെ പറ്റി പറയപ്പെട്ടാൽ അവരപ്പ സുജൂദിലായിട്ട് വീഴും. അള്ളാഹു അവന്റെ പ്രവാചകർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അല്ലാഹു തആല റഹ്മത്തുൽ ആലമീനായിട്ട് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചതിൽ സന്തോഷമുള്ള ആളുകൾ ഖറു സുജ്ജദ, അവർ സുജൂദിലായി വീഴും, നന്ദിയുള്ളവരാകും, ശുക്റുള്ളവരാകും. അതാണ് മിഅ്റാജ് രാവ് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നതിന്റെ കാരണം ആ നന്ദിയുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകർക്ക് കിട്ടിയ സ്ഥാനം അത് നമുക്ക് കിട്ടിയ സ്ഥാനമാണ്, നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നോൻപ് നോൽക്കൽ, മിഅ്റാജിന്റെ പകലിൽ പിറ്റേന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന മഹാന്മാരായ ഫുഖഹാ യുസന്നു സൗമി യൗമിൽ മിഅ്റാജി, മിഅ്റാജിന്റെ പിറ്റേന്നുള്ള പകലിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് ഇമാമുകൾ എഴുതി വെക്കാനുണ്ടായ കാരണം ഈ നന്ദിയാണ്. അല്ലാഹു തആല നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകർക്ക് നൽകിയ, നമ്മുടെ പ്രവാചകർക്ക് നൽകിയ ആ പദവി, അവർ അല്ലാഹുവിന് സുജൂദിലായി വീഴുകയും വസബ്ബഹു ബിഹംദിഹിം, അവർ റബ്ബിഹിം, അവരുടെ റബ്ബിന് അൽഹംദുലില്ലാ കൊണ്ടും തസ്ബീഹുകൾ കൊണ്ടും സുബ്ഹാനല്ലാഹ് കൊണ്ടും അൽഹംദുലില്ലാ കൊണ്ടും അല്ലാഹുവിനെ പുകഴ്ത്തുന്നവരുമാണ് അവര്. വഹും ലാ യസ്തക്ബിറൂൻ, അവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. നമുക്കിന്ന് അഹങ്കാരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ മഹത്വം കേൾക്കുമ്പോ ചിലർക്കൊക്കെ മനസ്സിൽ വെമ്പലാണ്. എന്തിനാ അങ്ങനെ? അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, അതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ശരിയാണ്, ശാസ്ത്രം തെളിയിക്കാത്ത, ഒന്നും വിശ്വസിക്കാത്ത മത യുക്തിവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒരുപാടുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ യുഅ്മിനൂന ബിൽ ഗൈബ്, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആൻ ഹുദയാണ് ആർക്ക്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ, കാണാതെ വിശ്വസിക്കുന്നവർ, അന്ധവിശ്വാസികൾ. അന്ധവിശ്വാസം ഇസ്ലാമിലില്ല എന്ന് പറയുന്ന മത യുക്തിവാദികൾക്ക് ഈമാൻ ഉണ്ടാവില്ല. അന്ധമായി തന്നെയാണ് നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചത്, നമ്മൾ ആരും കണ്ടിട്ട് വിശ്വസിച്ചതല്ല. അന്ധമായിട്ട് തന്നെയാണ് റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നത്. നമുക്കാർക്കും റസൂലുള്ളാഹിനെ പരിശോധിക്കാനുള്ള കഴിവില്ല, ശേഷിയില്ല. അല്ലാഹു അത്തരം പഴച്ച വിശ്വാസങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർക്ക് അല്ലാഹു നൽകുന്ന പദവി അത് ഈ സമുദായത്തിന്റെ പദവിയാണ്, നമുക്കുള്ള അനുഗ്രഹമാണ്. അതിനനുസരിച്ച് ശുക്റും നന്ദിയും ഒക്കെ ഉണ്ടാകേണ്ട ബാധ്യത മുഅ്മിനീങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചതുപോലെ തിങ്കളാഴ്ച നോമ്പ്, അല്ലാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച സുന്നത്താണ് തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കല്. തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ചയാണ് മിഹ്റാജ് രാവ് വരുന്നത്. പിറ്റേന്ന് ചൊവ്വാഴ്ചയാണ് ആ പറയുന്ന നോമ്പ് സുന്നത്തായി വരുന്നത്. അപ്പൊ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ കഴിയുന്നവർ നോമ്പ് നോൽക്കുക, അള്ളാഹുവിന്റെ പ്രവാചകരെ ഓർക്കുക, പ്രവാചകരുടെ പേരിൽ കുറച്ച് സ്വലാത്തെങ്കിലും ചൊല്ലുക. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഇഷ്ടം സമ്പാദിക്കാനും ആ ശഫാത്തിൽ പെട്ടിട്ട്